പെണ്ണുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചഴിച്ചത്? ആദ്യമേ പറഞ്ഞാ പോരായിരുന്നു. അമ്മ പറയുന്നത് ശരിയാ. തരം പോലെ പെരുമാറുന്നവരാ പണക്കാര്. അവരെ വിശ്വസിക്കരുതെന്ന്. ഏയ്, ദേവൻ സാർ ആ കൂട്ടത്തിൽ പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കല്യാണ കഥ ഒരു നുണക്കഥയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനാ എനിക്കും ഇഷ്ടം. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥനയും. പക്ഷെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോ മറിച്ച് വിശ്വസിക്കേണ്ടതായിട്ടും വരില്ലേ? ഇത്രയും ദിവസമായിട്ടും ആളെവിടെ പോയി? അങ്ങനെ മാറി നിൽക്കുന്നതിൽ ഒരു കള്ളത്തരമില്ലേ? എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല സുനന്ദേ. ദേ, സ്കൂൾ വിടുന്ന നേരമായി. വാ പോകാം. ഇനി ഇവിടെ ഇരുന്നാ നീ ഇന്നലത്തെ പോലെ കരച്ചിൽ തുടങ്ങും. പോകുന്ന വഴിക്ക് ചിന്നനെ കാണാൻ പറ്റിയ നമുക്ക് സത്യം അറിയാലോ. വഴിയിൽ വരെ ഞാനും വരാം. വാ ഇന്നാ വാ. ടീച്ചർ പോകുന്നവരെ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ടീച്ചറിനെ കണ്ട എന്ത് പറയും? അണ്ണന്റെ കല്യാണം കഴിഞ്ഞു എന്നങ്ങാണ് അല്ലി ടീച്ചർ അറിഞ്ഞ എന്തുമാത്രം വിഷമിക്കും. തൽക്കാലം ഒന്നും പറയാം. ഞാൻ പറഞ്ഞ കാര്യം ചിന്നൻ അന്വേഷിച്ചോ? അത് ടീച്ചറെ സത്യമേ പറയാവൂ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യം അറിയും. അതുകൊണ്ട് എന്താണെങ്കിലും ചിന്നൻ പറഞ്ഞോ? കല്യാണം കഴിഞ്ഞു എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ടീച്ചറെ. ആരും ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോ കഴിഞ്ഞു അല്ലേ? തീർച്ചയല്ലേ ടീച്ചറെ? ഏതായാലും ഇതൊന്നും അല്ലി ടീച്ചർ അറിയണ്ട. ടീച്ചർ വിഷമിക്കും. സത്യം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, ടീച്ചർ ഉണ്ടായിരുന്ന? ചിന്നൻ എന്താ പറയുന്നതെന്ന് നേരിട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് വന്നതാ. നേരിട്ട് കേട്ടു. മതിയായി. പോവാ. അല്ലി, ഓ അല്ലി, അവിടെ നിക്ക്. എടി നിക്ക്, നമുക്കൊന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. നീ പേടിക്കണ്ട സുനന്ദ. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഞാനും ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. എന്നെ വേണ്ടാത്തവർക്ക് വേണ്ടി ഞാനെന്തിനാ കരഞ്ഞു വിഷമിക്കുന്നേ?